നമസ്കാരം. ജുഡീഷ്യൽ അന്വേഷണമൊന്നും പോരാ, പ്രധാനമന്ത്രി നേരിട്ട് അന്വേഷിക്കണം. സേലിംഗ കമ്മിറ്റി ആരംഭിക്കുന്നു. സാധാരണഗതിയിൽ ട്രിവാൻഡ്രം ട്രാക്കത്തോൺ ഏറ്റവും ഒടുവിലേക്കാണ് അവതരിപ്പിക്കാറ്. പക്ഷെ ശ്രീനാഥിന്റെ ഈ ട്രാക്കത്തോൺ ആദ്യം ഫ്രണ്ട് പേജിൽ തന്നെ വരേണ്ടത് ട്രാക്കത്തോണാണ്. കണ്ടെയ്നർ ഇതുവരെ പോയിട്ടില്ല. പ്രധാനമന്ത്രി പറ്റുമെങ്കിൽ ആ കണ്ടെയ്നർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് വേറെ ഏതെങ്കിലും കപ്പലിൽ കയറ്റിവിടാൻ പറ്റുമോ നോക്കണം. അദ്ദേഹത്തിന്റെ ജോലി അതല്ല. പക്ഷെ ഇത് രാജ്യത്തെ തകർക്കുന്ന ഒരു നടപടിയുടെ ഭാഗമായിട്ടാണെന്നാണ് സെയിലിംഗ് കമന്ററി വിലയിരുത്തുന്നത്. കാരണം കൊണ്ടുപോകുന്ന കപ്പല് അതാണ്. ഇവിടെ നിന്ന് 15/3/26 ഇനിയുണ്ടല്ലോ, 2-3 ദിവസം കഴിയുമ്പോഴാണ് ഈ കണ്ടെയ്നർ കപ്പലിലോട്ട് കയറുന്നതല്ല, ഇവിടുത്തെ ഡിപ്പാർച്ചറാണ്. തൂത്തുക്കുടിയിൽ നിന്ന് ഡിപ്പാർച്ചർ. നമ്മൾ എത്ര ആലോചിച്ചാലും പിടികിട്ടാത്ത തരത്തിലാണ് അതിന്റെ യാത്ര. ആകെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ആണ് പറയുന്നത്, കൊളംബോയിൽ മാത്രമാണ് ട്രാൻസ്ഷിപ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ടിയാൻജിൻ എന്ന് പറഞ്ഞ് ചൈന തുറമുഖത്ത് എത്താൻ എടുക്കുന്നത് 116 ദിവസമാണ്. ഇവിടെ ഞാൻ ഈ തൂത്തുക്കുടിയിലോട്ട് ഡിപ്പാർച്ചർ തൊട്ടേ തുടങ്ങിയിട്ടുള്ളതാണ് 116 ദിവസം. ശ്രീനാഥ് ഇത് ട്രാക്ക് ചെയ്ത് കണ്ടെത്തിയത് മുതൽ നോക്കുകയാണെങ്കിൽ 8-ാം തീയതിയാണ് കണ്ടെയ്നറിനെ അവിടെ കണ്ടെത്തിയത്. 8-ാം തീയതിയാണ്. ഇത് കപ്പലിൽ കയറുന്ന തീയതിയാണ്. പോട്ടെ, കപ്പലിൽ കയറുന്ന തീയതിയായ പോലും 116 ദിവസം എന്തിനാണ്? ഇവിടെ നിന്ന് ചൈനയിലെ പോർട്ടിലോട്ടാണ്, ചൈനയിലെ ടിയാൻജിൻ എന്ന് പറയുന്ന പോർട്ടിലോട്ടാണ് പോകുന്നത്. 116 ദിവസം. ഇവിടുത്തെ TRV എന്ന് പോയിട്ടുണ്ട്, ഡാലിയൻ എന്ന് പറയുന്ന പോർട്ടിൽ പോയിട്ടുണ്ട് 11 ദിവസം. ഇനി ചൈനയിലെ ഏത് പോർട്ടിലായാലും 15 ദിവസത്തിനപ്പുറം വേണ്ട. ഏത് അങ്ങ് അറ്റത്തെ പോർട്ടിലായാലും 15 ദിവസത്തിനപ്പുറം വേണ്ട എന്നുള്ളിടത്ത് ഇവിടെ 116 ദിവസം എടുത്ത് മാർച്ച് 17-ന് 15/3-ന് കയറുന്നത് ജൂലൈ 8-നാണ് അവിടെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇത് ഈ കണ്ടെയ്നർ തിരിച്ചു വിളിച്ച് അന്വേഷിക്കണം, എന്താണ് സംഭവം എന്ന് അന്വേഷിക്കണം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ പല ആവർത്തി ഇത് പ്രേക്ഷകർക്കും വേണേൽ പരിശോധിക്കാം. പല ആവർത്തി നോക്കിയിട്ടും ജൂലൈ 8 തന്നെയാണ് തീയതി. ഇവിടെ 15/3 ദിവസം കഴിഞ്ഞ് കയറുമ്പോൾ 116-ാമത്തെ ദിവസമാണ്. ഇത് ഒരു രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢതന്ത്രം, ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ഈ എക്സ്പോർട്ട് അങ്ങനെ നേരത്തെ അവിടെ എത്താൻ പാടില്ല എന്നവർ തീരുമാനിക്കുന്നിടത്ത് ഇതുപോലെ എന്തൊക്കെ കളികൾ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് തുറമുഖം 30 വർഷം വൈകിച്ച അനുഭവമുള്ള നമുക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് സേലിംഗ കമ്മിറ്റിയുടെ അഭ്യർത്ഥന. ഇടയ്ക്കൊരു ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിക്കും എന്നതിനപ്പുറം എല്ലാം ഒരു 2-ാം കിട, 3-ാം കിട, 4-ാം കിട പ്രവർത്തനമാണ് കാശ്മീർ മുതൽ കേരളം വരെ നടക്കുന്നത്. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ഇവിടെ നമ്മുടെ JNPA, ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയുടെ ഒരു റിലീസ് ഇറങ്ങിയിട്ടുണ്ട്. 10-ാം തീയതിയാണ് തീയതി വെച്ചിട്ട്. ഇവിടെ സ്ട്രാൻഡഡ് ആയിരിക്കുന്ന കണ്ടെയ്നറുകൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ആലോചന. ഫെസിലിറ്റി ടു സ്റ്റോർ സ്ട്രാൻഡഡ് കണ്ടെയ്നേഴ്സ് ഇൻ ദ ടെർമിനൽസ്, കണ്ടെയ്നർ യാർഡ്സ് ടിൽ ദ കാർഗോ ഇസ് ഷിപ്ഡ് ഔട്ട്. കണ്ടെയ്നർ കയറ്റി വിടുന്നത് വരെ സുരക്ഷിതമായി ഈ കണ്ടെയ്നറുകളെ ടെർമിനലുകളിലെ യാർഡുകളിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഉത്തരവിന്റെ സാരാംശം. JNPA and the terminals are in constant consultation with customs authorities to facilitate storage of laden containers from other ports. പരിസരത്തുള്ള പോർട്ടുകളിൽ നിന്ന് എവിടെന്നൊക്കെയാ, പരിസരം എന്ന് പറയുമ്പോൾ എവിടെന്നൊക്കെയാണെന്നറിയില്ല. എന്തായാലും മുണ്ട്രയിൽ നിന്ന് വരാം, മംഗലാപുരത്തു നിന്ന് പോകാം, ഗോവയിൽ നിന്ന് പോകാം, കൊച്ചിയിൽ നിന്ന് പോകാം, TRV നിന്ന് പോകാം, എവിടെ നിന്ന് വേണമെങ്കിലും പോകാം, കൊളംബോയിൽ നിന്ന് പോകാം, എവിടെ നിന്ന് വേണമെങ്കിലും പോകാവുന്ന കണ്ടെയ്നറുകൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് മിഡിൽ ഈസ്റ്റിലോട്ട് പോകുന്നതിനുള്ള സമയമാകുന്നത് വരെ JNPA and the terminals are in constant consultation with customs authorities to facilitate storage of laden containers from other ports destined to Middle East as temporary transshipment cargo at JNPA terminals.
ഇവിടെ മുംബൈയിൽ വന്ന് ട്രാൻസ്ഷിപ്പ് ചെയ്യേണ്ട കാർഗോ എന്നുള്ള നിലയ്ക്ക് അതിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഇവർക്ക് ഇളവുകളാണ്. അവിടെ സൂക്ഷിക്കുന്ന സമയത്തിന്റെ ഡെമറേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇളവ് ചെയ്തു കൊടുക്കണം എന്നുള്ളതൊക്കെയാണിത്. ഇവിടെ വിഷയം അതല്ല. ഈ കണ്ടെയ്നർ എങ്ങനെയെങ്കിലും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മാർക്കറ്റിൽ എത്തിക്കാനല്ലേ ഒരു പോർട്ടും അല്ലെങ്കിൽ കപ്പൽ കമ്പനികളും എല്ലാവരും കൂടി ശ്രമിക്കേണ്ടത്. അല്ലാതെ അത് ദീർഘനാൾ എത്രയോ കാലം ഇനി പോർട്ടിൽ സൂക്ഷിക്കാം, ടെർമിനലിൽ സൂക്ഷിക്കാം, പൈസ ഇളവ് കൊടുക്കാം, ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം നമ്മുടെ പരിസരത്തുള്ള, ഇന്നലെ ദുബായിയുടെ കഥ പറഞ്ഞല്ലോ, അവരെങ്ങനെയെങ്കിലും അവരുടെ കാർഗോ എടുക്കാനുള്ള സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ MSC എന്ന് പറയുന്ന കമ്പനി ഗൾഫ് മൊത്തം കാർഗോ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞു. അവര് മെഡിറ്ററേനിയൻ വഴി, ഇവിടുന്ന് ആഫ്രിക്കയെ ചുറ്റി മെഡിറ്ററേനിയൻ വഴി തിരിച്ച് സുയസിൽ കയറി, സുയസ് കഴിഞ്ഞ് സൗദി അറേബ്യയുടെ കിങ് അബ്ദുള്ള പോർട്ട് ആൻഡ് ജദ്ദ പോർട്ടിൽ കൊണ്ടുവന്നിട്ട് ട്രക്ക് മാർഗം തിരിച്ച് എല്ലാ ഗൾഫ് കൺട്രീസിലോട്ടും വിടാനുള്ള സംവിധാനം തുടങ്ങിക്കഴിഞ്ഞു. ഒരുക്കിയെന്നല്ല പറഞ്ഞത്, തുടങ്ങിക്കഴിഞ്ഞു. ദുബായിലോട്ട് അവിടെ നിന്ന് ഈ പറയുന്ന ട്വിൻ പോർട്ടിൽ നിന്ന് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ലെറ്ററിലുണ്ട്. കൃത്യമായ കണക്കും വസ്തുതയൊക്കെ മെയിൻ സ്റ്റോറിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഈ റെഡ് സീലെ പോർട്ടിൽ നിന്ന് 1935 കിലോമീറ്ററാണ് ദുബായിക്ക്, ഖത്തറിന് 1523, ബഹ്റിന് 1422, കുവൈറ്റ് 1484, ഇറാഖ് ബാഗ്ദാദിലോട്ട് 1867. ഇത്രയും ദൂരമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയെങ്കിലും റെഡ് സീയിലെ ഈ പോർട്ടുകളിൽ ചരക്ക് എത്തിച്ചാൽ ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. അപ്പോ മുംബൈയിൽ നിന്ന് ഈ റെഡ് സീ പോർട്ടിൽ എത്തിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്? അല്ലെങ്കിൽ ഇവിടുത്തെ പോർട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ കപ്പൽ ഓപ്പറേറ്റേഴ്സും ആലോചിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അങ്ങനെയല്ലേ? TRVയിൽ നിന്ന് TRVയിൽ നിന്ന് ആഴ്ചയിൽ 2 സർവീസ് ഉണ്ട് ജിബൂട്ടി. ഇപ്പോഴത്തെ 4-ാം തീയതി സഫീൻ പൈനിയറിന്റെ കഥ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അത് കഴിഞ്ഞ് 9-ാം തീയതി GFS റൈനുണ്ട്. 2 കപ്പലുകൾ, ഇപ്പൊ ആഴ്ചയിൽ 2 കപ്പലാണ് ജിബൂട്ടിയിലുള്ളത്. അപ്പൊ മുംബൈയിൽ നിന്ന് ഇല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോട്ട് വിട്ടാൽ മതി. കണ്ടെയ്നർ ട്രിവാൻഡ്രത്തോട്ട് വിട്ടാൽ ഇവിടുന്ന് ജിബൂട്ടിയിലോട്ട് കയറി വിടാൻ. ജിബൂട്ടിയിൽ നിന്ന് നേരെ കിങ് അബ്ദുള്ള ജദ്ദ പോർട്ടുകളിലെത്തും. ഇങ്ങനെയുള്ള ബദൽ മാർഗത്തിലൂടെ ചരക്ക് എത്തിക്കാനല്ലേ ഇന്ത്യയിലിരിക്കുന്ന വമ്പൻ പോർട്ട് മുതലാളിമാർ കണ്ടുപിടിക്കേണ്ട ആലോചന, തീരുമാനം? അങ്ങനെയൊക്കെയല്ലേ വരേണ്ടത്. അല്ലാതെ അത് ചീഞ്ഞ നാറി ഇല്ലാതാകുന്നത് വരെ ഞങ്ങൾ കണ്ടെയ്നർ ഇവിടെ സൂക്ഷിച്ചോളാം എന്നാണോ പറയേണ്ടത്? ഇവിടെ ദുബായ് പറഞ്ഞതുപോലെ സൗദി അറേബ്യയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഗൾഫിലെ പ്രധാനപ്പെട്ട തുറമുഖമാക്കി മാറ്റുന്നതിനെ കുറിച്ച് വരെ അവർ ചിന്ത തുടങ്ങിക്കഴിഞ്ഞു. ഇത് TRVക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഏഷ്യയിൽ നിന്ന് വരുന്ന കാർഗോ ഇനി അഥവാ ആഫ്രിക്ക ചുറ്റിയാണ് തുടർന്നും പോകേണ്ടതുണ്ടെങ്കിൽ ഇന്ന് ജിബൂട്ടി സർവീസ് നടക്കുന്ന കപ്പലുകളെ പോലെ കൂടുതൽ കപ്പലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റെഡ് സീയിലെ ഈ തുറമുഖങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ സാധ്യതയാണ് TRVക്ക് വരുന്നത്. അതുകൊണ്ട് TRVയുമായി ബന്ധപ്പെട്ടവരെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്ന് പരിശോധിക്കുവാനും പഠിക്കുവാനും തയ്യാറാകണം എന്നാണ് സെയിലിംഗ് മന്ത്രിയുടെ അഭ്യർത്ഥന. പോർട്ടുകളിലെത്തിയ കണ്ടെയ്നറുകളെല്ലാം അടവച്ച് വിരിയിക്കാൻ തീരുമാനിക്കുന്ന പോർട്ട് ഉടമസ്ഥർ, മുതലാളിമാർ തൊട്ടടുത്ത കുഞ്ഞു കുഞ്ഞ് ദ്വീപുകളുണ്ടല്ലോ നമുക്കിവിടെ, മാൽദീവ്സ്, മഡഗാസ്കർ, സീഷൽസ് തുടങ്ങിയ അവരുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് എപ്പോഴും റിപ്പോർട്ടുകൾ അയച്ചു തരുന്ന സീഷൽസ് എന്ന സിനേഷ് പറയുന്ന നമ്മുടെ കടകളിൽ ഒരു സാധനവും ഇല്ല, സാധനങ്ങളൊക്കെ തീർന്നു. ഇവിടെ ഒരു കടയിലും പോയി സാധനം കിട്ടാനില്ല, ഈ ഷിപ്പ് വരാത്ത പ്രശ്നം കാരണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ ആ മനുഷ്യർക്ക് വേണ്ടി നിങ്ങളൊന്ന് എക്സ്ട്രാ ആലോചിക്കുക, നിങ്ങളുടെ ബ്രെയിൻ എക്സ്ട്രാ ഒന്ന് ഉപയോഗിക്കുക. ഈ സാധനങ്ങൾ എങ്ങനെയും ഈ സീഷൽസിന് പോകുന്നതിന് എന്ത് തടസ്സമാണ്? ഒരു ഹോർമോസ് കടലിടുക്കം കടന്നു പോകേണ്ട കാര്യമില്ലല്ലോ. ഏതെങ്കിലും മാർഗത്തിലൂടെ ഇത്തരം മാൽദീവ്സ് ആയാലും മഡഗാസ്കർ ആയാലും സീഷൽസ് ആയാലും ഫ്രഞ്ച് ഐലൻഡ് അവിടെ അതുപോലുള്ള രാജ്യങ്ങൾക്ക് സാധനങ്ങൾ എത്തിക്കുവാനുള്ള ഒന്നാം തരം ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത്. ദയവേത് നിങ്ങൾ TRV ഉപയോഗപ്പെടുത്തി, ബന്ധപ്പെട്ടവർ TRV ഉപയോഗപ്പെടുത്തിയെങ്കിലും മനുഷ്യത്വപരമായ ഒരു സമീപനം ഈ സമയത്ത് സ്വീകരിക്കണമെന്നാണ് സെയിലിംഗ് മന്ത്രിയുടെ അഭ്യർത്ഥന.